ഇനിയുള്ള 6 സബ്സിഡികളിൽ ഒരു സബ്സിഡറിയാണ് നാപ് കിസാൻ ഫിനാൻസ് ലിമിറ്റഡ് NKFL. 1956 കമ്പനീസ് ആക്ട് പ്രകാരം 1997 ഫെബ്രുവരി 14 രജിസ്റ്റർ ചെയ്ത ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയാണ് NKFL. നമ്മുടെ നാപ് സമൃദ്ധി ഫിനാൻസ് ലിമിറ്റഡ് അഥവാ NSFL 2025 ഡിസംബർ 16 നാപ് കിസാൻ ഫിനാൻസ് ലിമിറ്റഡ് എന്ന NKFLുമായി മെർജ് ചെയ്യുന്നത്. നബാർഡിന്റെ രണ്ടാമത്തെ സബ്സിഡറിയാണ് നാപ് സംരക്ഷൺ ട്രസ്റ്റി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് നബാർഡിന്റെ ഹോളി ഓൺഡ് ആയിട്ടുള്ള സബ്സിഡറിയാണ്. ക്രെഡിറ്റ് ഗ്യാരണ്ടിക്കും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനുമാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അടുത്തത് നാപ് ഫിൻസ് ലിമിറ്റഡ്. 1956 തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു NBFC MFI ആണ് നാപ് ഫിൻസ്, അതായത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്ത സബ്സിഡറിയാണ് നാപ് ഫൗണ്ടേഷൻ. ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്. ഇത് ഓഗസ്റ്റ് 2019 നിലവിൽ വന്നത്. അടുത്തത് നാപ് വെഞ്ചേഴ്സ് ലിമിറ്റഡ്. ഇത് നബാർഡിന്റെ ഒരു ഹോളി ഓൺഡ് ആയിട്ടുള്ള സബ്സിഡറിയാണ്. ഇതൊരു പബ്ലിക് കമ്പനിയായി രജിസ്റ്റർ ചെയ്യുന്നത് ഏപ്രിൽ 2018 നബാർഡിന്റെ അടുത്ത സബ്സിഡറിയാണ് നാപ് കോൺസ് അഥവാ നബാർഡ് കൺസൾട്ടൻസി സർവീസ്. 2003 നബാർഡ് ക്രിയേറ്റ് ചെയ്ത ഹോളി ഓൺഡ് ആയിട്ടുള്ള സബ്സിഡറിയാണ് നാപ് കോൺസ്. അപ്പോൾ മറക്കണ്ട, നബാർഡിന് ഇനി 7 സബ്സിഡികളില്ല, ഇനി 6 സബ്സിഡറി മാത്രമേ ഉള്ളൂ. നാപ് സമൃദ്ധി നാപ് കിസാനുമായി മെർജ് ചെയ്തത് ഡിസംബർ 12, 2025. നമ്മുടെ മാറിയ കോഡ് മറക്കണ്ട. നബാർഡ് കിസാൻ സംരക്ഷണത്തിന് ഫിനാൻസ് ഫോൺ ചെയ്യാൻ വെഞ്ചേഴ്സിനെ കൺസൾട്ട് ചെയ്തു.